നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായിട്ട് ആതിഥ്യം അരുളുന്ന ICC T20I വേൾഡ് കപ്പ് 2026 ഗ്രൂപ്പ് നിർണയം കഴിഞ്ഞതായിട്ട് ക്രിക്ക് ബസ് റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യ താരതമ്യേന ഈസി ഗ്രൂപ്പിലാണെന്ന് പറയേണ്ടി വരും. ഇന്ത്യയാണ് ടോപ്പ് റാങ്ക്ഡ് ടീം. സോ പാകിസ്ഥാനും ഇന്ത്യയും ഒരേ ഗ്രൂപ്പിലാണ്. എന്നാൽ ശ്രീലങ്കക്ക് അത്ര എളുപ്പമല്ല, ഒരല്പം ബുദ്ധിമുട്ടേറിയ ഗ്രൂപ്പിലാണുള്ളത്. അവർ ICC റാങ്കിങ്ങിൽ 8ാം സ്ഥാനത്താണ്. അവരുടെ ഗ്രൂപ്പിൽ 3 മറ്റ് ഫുൾ മെമ്പർ ടെസ്റ്റ് പ്ലേയിങ് സൈഡുകളുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്പർ 2 ആയിട്ടുള്ള റാങ്കിങ്ങിൽ നമ്പർ 2 ആയിട്ടുള്ള ഓസ്ട്രേലിയ, റാങ്കിങ്ങിൽ നമ്പർ 11 ആയിട്ടുള്ള സിംബാബ്വെ, റാങ്കിങ്ങിൽ നമ്പർ 12 ആയിട്ടുള്ള അയർലൻഡ് ടീമുകൾ ശ്രീലങ്കക്കൊപ്പമുണ്ട്. കൂടാതെ ഒമാന് ഈ ഒരു ഗ്രൂപ്പിലുണ്ട്. അപ്പം ഓസ്ട്രേലിയ, സിംബാബ്വെ, അയർലൻഡ് ടെസ്റ്റ് പ്ലേയിങ് നേഷൻസ് ശ്രീലങ്കക്കൊപ്പം അവിടെയുണ്ട്. ഒരു ഗ്രൂപ്പിൽ നിന്ന് 2 ടീമേ മുന്നോട്ട് പോകും എന്ന കാര്യം ശ്രദ്ധിക്കുക. അതേസമയം ഇന്ത്യയുടെ കാര്യത്തിൽ ഇന്ത്യയെ കൂടാതെ ഇന്ത്യ നമ്പർ 1 ആണ് റാങ്കിങ്ങിൽ. പാകിസ്ഥാൻ നമ്പർ 7 ആയിട്ട് വരുന്നു. ഈ 2 ടീമുകൾ മാത്രമാണ് ടെസ്റ്റ് പ്ലേയിങ് നേഷൻസ് ആയിട്ട് ഈ ഗ്രൂപ്പിലുള്ളൂ. പിന്നെ നെതർലൻഡ്സ് നമ്പർ 13, നമീബിയ നമ്പർ 15, USA നമ്പർ 18. ഇവരാണ് മറ്റു ടീമുകൾ. ഈ നമ്പർ എന്ന് പറഞ്ഞാൽ റാങ്കിങ് ആണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു മത്സരമുണ്ട് ഫെബ്രുവരി 15. അത് കൊളംബോയിലാണ്. ആ കളിയുടെ റിസൾട്ട് എന്തായാലും ഈ 2 ടീമുകൾക്കും അനായാസം സൂപ്പർ 8ലേക്ക് കടക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേകത. മറ്റൊരു ഗ്രൂപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഗ്രൂപ്പിൽ 5 ടീമുകൾ ഉണ്ട് എന്ന കാര്യം നോക്കുക. ഇവിടെ ഇംഗ്ലണ്ട് നമ്പർ 3 ആണ് റാങ്കിങ്ങിൽ. വെസ്റ്റ് ഇൻഡീസ് നമ്പർ 6 ആണ് റാങ്കിങ്ങിൽ. ഇവർ 2 ടീമുകളും ഫോർമർ ചാമ്പ്യൻസ് ആണ്. അവരോടൊപ്പം തന്നെ ബംഗ്ലാദേശ് നമ്പർ 9 T20യിൽ ഇപ്പോൾ മികച്ച പ്രകടനം അവർ നടത്തുന്നുണ്ട്. ഈ 3 ഫുൾ മെമ്പർ ടീമുകൾ ഒരുമിച്ച് വരുന്നു. പ്രത്യേകിച്ച് സബ് കോണ്ടിനൽ കണ്ടീഷൻസിൽ അത്ര എളുപ്പമല്ല ബംഗ്ലാദേശിനൊക്കെ തോൽപ്പിക്കുക എന്നുള്ളത്. കൂടാതെ തന്നെ നേപ്പാൾ നമ്പർ 17 ഈ ഒരു ഗ്രൂപ്പിലേക്ക് വരുന്നു. സോ ഒട്ടും എളുപ്പമല്ലാത്ത ഒരു ഗ്രൂപ്പാണ്. ഇതിൽ ഇറ്റലി കൂടിയുണ്ട്. അപ്പം ഇറ്റലി അതുപോലെ നേപ്പാളൊക്കെ എളുപ്പമല്ലേ ചോദിക്കും. പക്ഷേ 3 രാജ്യങ്ങൾ ടെസ്റ്റ് പ്ലേയിങ് നേഷൻസ് ഉണ്ട്. അതിൽ 2 രാജ്യങ്ങളെ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന കാര്യം ഓർക്കുക. സോ ഒരല്പം ബുദ്ധിമുട്ടാണ്, മരണ ഗ്രൂപ്പ് എന്ന് ചിലരെങ്കിലും വിളിക്കുന്നുണ്ട്. എന്നാൽ അതേപോലെ തന്നെയല്ലേ അടുത്ത ഗ്രൂപ്പ് സൗത്ത് ആഫ്രിക്ക റാങ്കിങ്ങിൽ നമ്പർ 5 ആണ്. അവരോടൊപ്പം ഉള്ളത് ന്യൂസിലാൻഡാണ്, റാങ്കിങ്ങിൽ നമ്പർ 4 ആണ്. അഫ്ഗാനിസ്ഥാൻ ഉണ്ട്, റാങ്കിങ്ങിൽ നമ്പർ 10 ആണ്. സോ 3 ടെസ്റ്റ് പ്ലേയിങ് നേഷൻസ് അവിടെയുണ്ട്. അതിൽ നിന്ന് 2 പേരെ മുന്നോട്ട് പോവുകയുള്ളൂ, എളുപ്പമല്ല. പിന്നെ UAEയും അതുപോലെ തന്നെ കാനഡയുമാണ് ഈ ഗ്രൂപ്പിലെ മറ്റ് ടീമുകൾ. അടുത്ത തവണത്തെ വേൾഡ് കപ്പ് എന്ന് പറയുന്നത് ഫെബ്രുവരി 7 മുതൽ മാർച്ച് 8 വരെയാണ്. ഇന്ത്യ വേൾഡ് കപ്പിലെ ആദ്യ മത്സരം USAക്കെതിരെ കളിച്ചുകൊണ്ടാണ് ആരംഭിക്കുക. പിന്നാലെ ഇന്ത്യയുടെ അടുത്ത കളി നമീബിയക്കെതിരെയായിരിക്കും. അതിനുശേഷം പാകിസ്ഥാനെ നേരിടും. പിന്നെ നെതർലൻഡ്സുമായിട്ട് കളിക്കും. ഇതാണ് ഇന്ത്യയുടെ മത്സരങ്ങളുടെ ഒരു ഷെഡ്യൂൾ വരാൻ പോകുന്നത്. ഇതൊക്കെ ഒഫീഷ്യലായിട്ട് പിന്നാലെ ICC അറിയിക്കും. ഏതായാലും നമ്മൾ വളരെ പെട്ടെന്ന് ഗ്രൂപ്പുകൾ നോക്കാം. ഗ്രൂപ്പ് 1 ഇന്ത്യ, പാകിസ്ഥാൻ, USA, നമീബിയ, നെതർലൻഡ്സ്. ഗ്രൂപ്പ് 2 ഓസ്ട്രേലിയ, ശ്രീലങ്ക, സിംബാബ്വെ, അയർലൻഡ്, ഒമാന്. ഗ്രൂപ്പ് 3 ഇംഗ്ലണ്ട്, വെസ്റ്റ് ഇൻഡീസ്, ഇറ്റലി, ബംഗ്ലാദേശ്, നേപ്പാൾ. ഗ്രൂപ്പ് 4 സൗത്ത് ആഫ്രിക്ക, ന്യൂസിലാൻഡ്, അഫ്ഗാനിസ്ഥാൻ, UAE, കാനഡ. എന്തായാലും ഒരു ഗ്രൂപ്പിൽ നിന്ന് 2 ടീമുകളാണ് സൂപ്പർ 8ലേക്ക് കടക്കുക. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ ക്സ്.